നീ എന്തായി ചെയ്യുന്നത്? ഒച്ച ഉണ്ടാക്കുവാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കേൾക്കുന്ന ഒച്ച ചെറുതായി തോന്നും. ഈ രാത്രിയിൽ ആരാണ് ഇങ്ങനെ മ്യൂസിക് ഇടുന്നത്? നമുക്ക് പുറത്തു പോയി നോക്കാം. അതിനു മുമ്പ് എല്ലാവരും ഈ പഞ്ഞി എടുത്ത് ചെവിയിൽ വെക്ക്. എന്റെ പിള്ളേരെ, ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ നിറം നീലയാണ്. രാത്രി ഇതെന്തോ ഒരു ഒച്ചയാണ്. കൈയടിച്ച പക്ഷെ പതുക്കെ മതി. അല്ല, നീ ഈ സമയത്ത് ഇവിടെ എന്തെടുക്കുക? ഞാൻ ബൈക്കിൽ അടിച്ച് പൊളിക്കുകയായിരുന്നു. മ്യൂസിക്കിന്റെ ശബ്ദം കേട്ടപ്പോ എനിക്ക് തോന്നി പിള്ളേര് നിങ്ങൾ പാട്ട് നടത്തുന്നുണ്ടായിരിക്കുമെന്നാ. പാതിരാത്രി റോട്ടിൽ കിടന്ന് കറങ്ങുന്നത് പോലെ ഞങ്ങളിങ്ങനെ കളിയാക്കുകയാണോ? ഓഹോ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഉറക്കം പോയിരിക്കുകയാണ്. ഇനി നിങ്ങളും കൂടി ചേർന്ന് ബഹളം വെക്കാതിരിക്കെ. ആരാണ് മ്യൂസിക് ഇട്ടത്? ഞങ്ങൾ നോക്കാം കിറ്റി. നിങ്ങൾ എല്ലാവരും പോയി ഉറങ്ങിക്കോളൂ. ഇതൊക്കെയാണല്ലോ. വാ, നമുക്ക് എന്ന് നോക്കാം. നീ വേണമെങ്കിൽ പൊക്കോ. വിളിക്കാത്ത പാർട്ടിക്കൊന്നും ഞാൻ ചെല്ലാറില്ല. എനിക്ക് കുറച്ച് ആത്മാഭിമാനമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ബോബി ബോക്സർ അല്ലേ? രാവിലെ സമയമൊന്നും കിട്ടാറില്ലേ? ഈ പാതിരാത്രിക്ക് എന്തിനാ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത്? പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് എന്റെ കുറ്റമല്ല. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരാത്തതുകൊണ്ട് ഒരു ടൈം പാസിന് വേണ്ടി ഞാൻ ഇവിടെ മ്യൂസിക് കേൾക്കുകയാണ്. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയാണ്. രാത്രി മുഴുവനും ഉറങ്ങാനുള്ള ഒരു പാഴ്മോഹം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ ഓടി ഇങ്ങോട്ടാണ് വന്നത്. എന്നാലും എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു, നിന്റെ മുഖം എന്താണ് ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, തലയ്ക്കകത്തൂടെ ട്രെയിൻ കൊക്കരക്കോ എന്ന് പോകുന്നത് പോലെ. അപ്പൊ ചേട്ടന്റെ ഉറക്കം പോയിട്ട് എത്ര നാളായി? 15 ദിവസമായി അനിയാ. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് ഇൻസോമേനിയ അസുഖം വന്നു എന്നാണ്. ഇങ്ങനെ എന്ത് മാനിയ പിടിച്ചെന്നാ പറഞ്ഞേ? എടാ, അതിന്റെ പേര് മേനിയ എന്നല്ല, ഇൻസോമിയ. അതൊരു അസുഖമാണ്. അത് വന്നാൽ ഉറക്കം വരികയില്ല. മനസ്സിലായോ? ആഹാ, കൊള്ളാലോ. ഇത് നല്ല പ്രയോജനമുള്ള രോഗാണല്ലോ. അതെയോ? എന്നാ പിന്നെ അതിന്റെ പ്രയോജനം ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തന്നേ. സംശയമുണ്ടോ? ഇങ്ങേർക്ക് രാത്രി ഉറക്കില്ലാത്തല്ലേ? അപ്പൊ ഈ ഏരിയയിൽ വാച്ച്മാന്റെ ജോലി ചെയ്യാൻ സാധിക്കില്ലേ? ശാന്തമായിട്ട് കിടന്നുറങ്ങിക്കോ. അവന്റെ പേര് സോർദാർ എന്നാണ്, ശാന്തമെന്നല്ല. എടാ, കോമൺ സെൻസിന്റെ ശത്രു. ശാന്തി എന്ന് പറഞ്ഞ സമാധാനം. ഭയങ്കര സമാധാനമായി പോയി. ഇതിനെയാണോ സമാധാനം എന്ന് പറയുന്നത്? ബോബിക്ക് വീണ്ടും ഉറക്കമില്ലതായിരിക്കുന്നു. ജോർദാറാണെങ്കിൽ ശാന്തി എന്ന് പറഞ്ഞു. ഈ ഒച്ചപ്പെടാണോ സമാധാനം? ഇവരെന്താ തത്തയാണോ അതോ കഴുതയാണോ? കഴുതയും ഞാനാണ്. ഈ ഞാൻ. പക്ഷെ നീ ഒരു വ്യക്തിയാണ്. അങ്ങോട്ട് നോക്കി, അവിടെ പടക്കം പൊട്ടിക്കുന്നത് കണ്ടോ? എടാ, ഇന്ന് ഞാൻ ഈ വെല്ലുവിളിയിൽ ജയിച്ചാലും ഈ പടക്കം ഇപ്പൊ പൊട്ടിക്കുന്ന രസം അപ്പ വരില്ല. അതായത് ഞാൻ ജയിച്ചു കഴിയുമ്പോൾ. കൊറോണ വൈറസ് കാരണം ഇപ്പൊ ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. വിഷുവിനല്ലാതെ ആരും ഇങ്ങനെ തുടർച്ചയായി പടക്കം പൊട്ടിക്കാറുമില്ല. അടികൈ. അയ്യോ, ഇവിടെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എനിക്ക് ഒട്ടും തന്നെ ഉറക്കം വരില്ല. ഞാൻ എന്താ പുറത്തേക്ക് പോവാണ്. നല്ല ഐഡിയ. നമുക്ക് നടക്കാൻ പോകാം. നടന്നു കഴിയുമ്പോ ബോബി ക്ഷീണിക്കുമ്പോ ഉറക്കവും താനേ വരും. അപ്പൊ പിന്നെ ഉറങ്ങാതെ തന്നെ നമ്മുടെ മോർണിംഗ് വാക്ക് നടക്കുമല്ലോ. എടാ, മോർണിംഗ് വാക്കിന് പോണെങ്കിൽ അതിന് നേരം വിളക്കണ്ടേ? സംശയമുണ്ടോ? ചേട്ടന് നല്ലൊരു കവിത പാടിത്തരാം. ലൊട്ടിലൊടുക്കേ ഗുൽഗുൽ ബാല, ലംബൂച്ചന്റെ ലുക്കുട് വാവേ, തക്കുട് തടപുട് താറാക്കൂട്ടം, പെപ്പര പെരപെര പേരയ്ക്ക, ഒറ്റക്കാലിൽ മുത്തപ്പ ബും ബും. എന്റെ അമ്മച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ യുവമാരെയാണോ കളിപ്പിക്കുന്നത് അതോ യുവമാർ എന്നെ ഇട്ട് കളിപ്പിക്കുകയാണോ? എടാ, നീ ഇങ്ങനെ കവിത ചൊല്ലുകയാണെങ്കിലേ ലോകത്ത് ഒരു കൊച്ചും കിടന്ന് ഉറങ്ങത്തില്ല. സംശയമുണ്ടോ? എടാ ഹണി, ബോബിയെ ബോധം കെടുത്തണ്ട, ഉറക്കിയാൽ മാത്രം മതി.
ഞാൻ ബോബിക്ക് ഏതെങ്കിലും ഒരു ബോറിംഗ് ആയിട്ടുള്ള കഥ പറഞ്ഞു കൊടുക്കാം. ബോറടിച്ച് ബോബി ഉറങ്ങിക്കോളും. ഒരു രാജാവും പിന്നെ ഒരു റാണിയും ഉണ്ടായിരുന്നു. അതായത് ടോട്ടൽ 2 പേരുണ്ടായിരുന്നു. അതായത് 2 പേഴ്സൺ. ഒരാൾ മിസ്റ്റർ രാജാവായിരുന്നു, ഒരാൾ മിസ് റാണിയായിരുന്നു. പിന്നെ രാജാവും റാണി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അതായത് രാജാവ് റാണിയുടെ അടുത്താ താമസിച്ചിരുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഉറക്കം വരികയാണെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് ഉറക്കം വരുന്നു എന്നാണ്. സംശയമുണ്ടോ? അയ്യോ അല്ല, ഇത്രയും നല്ലൊരു കഥയല്ലേ, പിന്നെ എങ്ങനെയാണ് ഉറക്കം വരിക? ഞാൻ ഉദ്ദേശിച്ചത് ബെഡിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ട് കിടന്നുകൊണ്ട് ഈ കഥ കേൾക്കാമെന്നാണ്. ഉറക്കം വരാൻ 101 വഴികൾ. ഇതൊന്ന് ശ്രമിച്ചു നോക്കാം. പോപ്പട്ടെ, ഇങ്ങോട്ട് വാ. നല്ല ഉറക്കത്തിന് വേണ്ടി തുടർന്ന് വായിക്കുക. ഇത് കൊള്ളാലോ. എഴുത്തുകാരൻ എഴുതി എഴുതി ഉറങ്ങിപ്പോയെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? എന്നാ പിന്നെ ബോബി വല്ല ഫ്ലോപ്പ് ഫിലിമും കാണിക്കാം. ഹണി, നിന്റെ വൃത്തികെട്ട ഐഡിയ പറച്ചിലോ നിർത്തോ. നിങ്ങളറിയില്ലായിരുന്നെങ്കിൽ ബോബിയെ ഞാൻ പണ്ടേ ഉറക്കിയേനെ. എന്റെ കവിത ഞാൻ മുഴുവൻ പാടിയിരുന്നെങ്കിൽ ബോബി നേരത്തെ തന്നെ ഉറങ്ങിയേനെ. അടിച്ചു പൊളിച്ചു തിമിർത്തു. എടാ, നീ രാത്രിയല്ല രാവിലെ ഇരുന്ന് കവിത ചൊല്ല്. അതാവുമ്പോ എല്ലാവരും സമയത്ത് അങ്ങ് എഴുന്നേറ്റു. അതെ പിള്ളേരെ, 3 മണിക്കൂർ കൊണ്ട് സ്ത്രീകൾക്ക് തീർക്കാൻ പറ്റാറില്ല ഷോപ്പിംഗ്. ഇതാണ് എന്റെ വല്യച്ഛൻ സ്റ്റീഫൻ റോക്കിംഗ്. ഇദ്ദേഹവും എന്റെ ചെറിയച്ഛനെ പോലെ വലിയ സയന്റിസ്റ്റ് ആണ്. ഫാമിലി മൊത്തം സയന്റിസ്റ്റുകളാണ്. പക്ഷേ ഖന്ന സാറിന്റെ കവിതയ്ക്ക് പറ്റിയ മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്ന് മാത്രം. നോക്കു മക്കളെ, നിങ്ങളെ ഞാനിവിടെ ഇത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്തിയത് എന്റെ ലേറ്റസ്റ്റ് ഇൻവെൻഷൻ കാണിക്കാനാ. ഇതാ കണ്ടോളൂ. ചിലത് പരാജയപ്പെടുകയും ചെയ്യും. ഈ കണ്ണാടിയിൽ അങ്ങനെ എന്ത് ഇന്റൻഷൻ ആണാവോ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? അയ്യോ, എനിക്ക് എന്തായി പറ്റിയ? കൊച്ചലി, ഇതൊന്നും നിർത്ത്. അയ്യോ, ഇതൊന്നും നിർത്തണേ. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. എടാ, നീ എന്തിനാണ് എന്നെ എക്കിളി കൂട്ടുന്നത്? വീണ്ടും ഇക്കിളി കൂട്ടുകയാണല്ലോ. എന്റെ പിള്ളേരെ, 50നോട് 50 കൂട്ടിയാ കിട്ടുന്നത് 100 ഈ സൈക്കിൾ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ കുട്ടിക്കാലമാണ്. ആ കുട്ടിക്കാലത്ത് തന്നെ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ നടക്കേണ്ടി വരില്ലായിരുന്നല്ലോ ഖന്ന സാറിന്. എന്റെ പിള്ളേരെ, വീട്ടിൽ നിന്ന് എനിക്കൊരു ടെലിഗ്രാം വന്നു. നീ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, വിട്ടോ. ഇതെന്റെ ലേറ്റസ്റ്റ് ഇൻവെൻഷനാ. ദ 2 ടയേഴ്സ്, ബെൽ ആൻഡ് ബ്രേക്ക്, 2 ഹാൻഡിലും. അതായത് ഒരു സൈക്കിൾ. ഇതിന്റെ പേരാണ് സൈക്കിൾ എക്സ. ഇതിനൊരു സീറ്റ് കൂടി പിടിപ്പിച്ചാ ഇത് ഓക്കെ ആവും. ഹണി, മോനെ പോയി അലമാരുന്നൊരു സീറ്റ് എടുത്തോണ്ട് വാ. ഹായ്, ഞാനാണ് സൈലക്സ ഷെയ്ക്ക് ടയർ. അതിനെ ഷേക്കൻ്റെ എന്നാണ് പറയുന്നത്. അതിനെനിക്ക് ടയറല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഷെയ്ക്ക് ടയർ തന്നത്. ഞങ്ങൾക്ക് ഏത് ജോലിയും 1 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? ഞങ്ങൾക്ക് സമാധാനം കിട്ടുകയില്ല. ഞങ്ങൾ അഥവാ പഠിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ കരിയർ സെറ്റ് ആവാറുണ്ട്. ഇനി നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് ഈ നഗരത്തിലെ ട്രാൻസ്പോർട്ട് വണ്ടികളെല്ലാം ഒന്നൊന്നായി നശിപ്പിക്കണം. അതെന്തിനാ എല്ലാ വണ്ടികളും നശിപ്പിക്കുന്നത്? കാരണം എല്ലാത്തിനേക്കാളും സൈക്കിളാണ് ബെസ്റ്റ്. അതായത് സൈക്കിൾ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എന്റെ പിള്ളേരെ, 10ാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ ഒരു വിഷയത്തിന് പോലും തോറ്റിട്ടില്ല. നിന്റെ ഈ വിഡിത്തരങ്ങൾക്ക് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കുകയില്ല. അടി വേണം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യൂ സബ്സ്ക്രൈബ് കമന്റ് ആൻഡ് ലൈക്ക്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇതാ കൊണ്ടുവന്നിരിക്കുന്നു വെല്ലച്ചന്റെ ഹൗവർ ബൈക്ക്. പോയി അടിക്ക് സൈക്ലക്സിനെ. അടിപൊളി ബണ്ണി, നീ നന്നായി ജമ്പ് ചെയ്തു, കലക്കി. കമോൺ ബണ്ണി, അവനെ വെറുതെ വിടരുത്. അയ്യോ എന്നെ കൊന്നേ, അയ്യോ ജാജത്തെ. ഐഡിയ. സോർദാറെ, ഹണി, നിങ്ങൾ രണ്ടുപേരും സൈക്കിൾ എക്സോടെ ഏറ്റുമുട്ട്. അവന്റെ ശ്രദ്ധ തിരികെ. ഞാനും പോപ്പട്ടും ചേർത്ത് റെയിൽവേ ട്രാക്ക് പെട്ടെന്ന് ശരിയാക്കാം. ഇനി ആ സൈക്കിൾ എക്സോ തീർച്ചയായും മനസ്സിലാക്കും ഈ ബണ്ണി ശരിക്കും ആരാണെന്ന്. സോറി, പഞ്ച് ഡയലോഗ് കേട്ട് പറയേണ്ട എമ്പക്കം വിട്ടു പോയതാ. ഒരു സൈക്കിൾ മറ്റൊരു സൈക്കിളിന്റെ മേത്ത് കൈ വെക്കില്ല. നിന്റെ ബുദ്ധി അപാരം തന്നെ ബണി. അണേ, നീ ബണിയെ കണ്ടു പഠിക്കേ. സൈക്കിൾ ഏതായാലും സൈക്കിളിന്റെ മേത്ത് കൈവെക്കാറില്ല, പക്ഷെ പൂച്ചയ്ക്ക് എന്തായാലും പോപ്പട്ടിന് എന്തുവേണേലും ചെയ്യാലോ. തൊട്ടപ്പുറത്തൊരു കണ്ണാടി ഉണ്ട്, അതിൽ നോക്കിയിട്ട് വരാം. ആ ഫേസ് വാഷ് എന്റെ മുഖത്തൊന്ന് മാറിയപ്പോ എന്നെ കാണാൻ കുറച്ചുകൂടി ഭംഗി കൂടിയതുപോലെ ഉണ്ട്. മാത്രമല്ല എനിക്കിപ്പോ 8 കാലും ഉണ്ട്. അയ്യോ, അത് കണ്ണാടിയല്ല ഹണി, ഓക്ടോബസിന്റെ പോസ്റ്ററാണ്. നിന്നെ കാണാൻ കൊള്ളുന്ന ആകെ തുണിക്കടക്കാർ മാത്രമേ പറയുള്ളൂ. എങ്കിലല്ലേ അവർക്ക് നല്ല കച്ചവടം നടക്കുള്ളൂ. സംശയമുണ്ടോ?
എന്റെ തലയിൽ ഇതാ ട്രിമ്മർ വെച്ചു. അല്ലല്ല, ഞാൻ പറയാവുന്നതേ നിന്റെ തലയിൽ പേരുണ്ടെന്നാണ്. നിന്റെ മുടി മൊത്തം മുറിച്ചു കളയേണ്ടി വരും. വിളിക്കയാളേ. ആരേ? എടാ അയാളേ. നീ വാ തുറന്ന് പറ, ആരെ വിളിക്കേണ്ടത്? കൊച്ചളിയ, ഈ മുടി വെട്ടുന്ന ആളില്ലേ, അയാൾ എന്താ പറയാ? ബാർബർ. ബാർബാറോ? അപ്പൊ ഇത് ചോക്കോ ബാറാണോ അതോ അലക്കുന്ന ബാർ സോപ്പിന്റെ ബാറാണോ? ഓ, നിന്നോട് സംസാരിക്കുന്നതിൽ നല്ലത് ഓഫ് ചെയ്ത് ടി വി നോക്കിയിരിക്കുന്നതാ. അത് ബ്ലാക്ക് ആയെങ്കിൽ കാണാമല്ലോ, നിന്നെ ബ്ലാക്ക് ഔട്ട് ആയിരിക്കില്ല. താങ്ക് യു മേഡം. ഇതിൽ ഇത്രയും സന്തോഷിക്കാൻ മാത്രം എന്ത് കാര്യമാ ഉള്ളത്? ഇപ്പോ നിങ്ങളുടെ കാർ എന്റേതായി. ഫീഡ്ബാക്ക് ഫോമിലല്ല, കാറിന്റെ മെയിൻ പേപ്പേഴ്സിലാണ് സൈൻ ചെയ്തത്. കുട്ടികളെ, ഇയാൾ നമ്മളെ ശരിക്കും ചതിക്കുകയായിരുന്നു. മേഡം, ചിലപ്പോ ഇയാളെ ചതിയൻ ചെന്നിന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. കുട്ടികളെ, നമ്മുടെ കാറിന്റെ ചാവിയുമായി നിങ്ങൾ വേഗം തിരിച്ചു വരൂ. ഹലോ, നിങ്ങൾ ആ ബാർബറിനെ ഇവിടെ ഞാൻ കണ്ടായിരുന്നോ? അയ്യോ, ഇത് ഞാൻ തന്നെയാണല്ലോ. സാറേ, ഞങ്ങൾ സാറിന്റെ കാർ വേണം. എന്റെ പിള്ളേരെ, ഇന്നലെ അമ്മാന്റെ വക എനിക്ക് നാട്ടിൽ നിന്നൊരു കൊറിയർ വന്നിരുന്നു. നിങ്ങൾ എന്റെ അയൽവാസികളാണ്, അതുകൊണ്ട് ചോദിക്കേണ്ട ആവശ്യം തിരിക്കുന്നു. ഹടി കൈ കാറിനൊന്നും പറ്റാതെ നോക്കണേ. അവൻ ലെഫ്റ്റിലോട്ട് പോകും. അല്ല, മേഡത്തിന്റെ കാർ ഇത് എവിടെ പോയി? ആ ഫ്രോഡ് ബാർബർ കയ്യിൽ നിന്ന് വിട്ടു പോയല്ലോ. സംശയമുണ്ടോ? അല്ല, നിങ്ങളൊരു വലിയ സൂപ്പർ സ്റ്റാർ അല്ലേ? പക്ഷെ പേര് മാത്രം എനിക്ക് ഓർമ്മ വരുന്നില്ല. കുട്ടിക്കാലം മുതലേ ഞാൻ നിങ്ങളുടെ ഫാനാണ്, പക്ഷെ പേര് മാത്രം ഓർമ്മ വരുന്നില്ല. എന്നെക്കാളും ഹീറോ പോലെ ഉണ്ടെന്ന് എല്ലാരും പറയാറുണ്ട്. പക്ഷെ നിങ്ങളുടെ പേര് മാത്രം എനിക്ക് ഓർമ്മ വരുന്നില്ല. ഈ പേപ്പറിലൊന്ന് എഴുതാമോ നിങ്ങളുടെ പേരെന്താണെന്ന്? പ്ലീസ്. നിനക്ക് ഇത്രക്ക് ധൈര്യമോ? എന്റെ സൈൻ മേടിച്ചു, ഇനി കൈയുടെ പ്രിന്റ് കൂടെ തന്നേക്കാം. ദാ, ഇത് ബൈക്കിന്റെ പേപ്പേഴ്സ് ആണ്. ഇനി ഏതായാലും ഈ വണ്ടി കൂടി എന്റെ പേരിലേക്ക് മാറ്റിക്കളയാം. എന്റെ പ്രിയപ്പെട്ട ബൈക്ക് പോയി. ആ കടല് വിടരുത്. അടിക്കേ അടിക്കേ. എഴുന്നേക്കാൻ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. അയ്യോ, അയ്യോ. Hands up. ഇതെന്റെ വിരലായിരുന്നു.
എല്ലാവരും വേഗം മതിൽ ചാടിക്കടക്ക്. ഇനി നിങ്ങളെ എന്നിൽ നിന്നും ആർക്കും രക്ഷിക്കാനാവില്ല. നിങ്ങളുടെ കൂട്ടുകാർക്കോ മേഡത്തിനോ പോലീസുകാർക്കോ ആർക്കും തന്നെ. ഡയലോഗ് അടിക്കുന്നതിന് മുമ്പ് ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിയേ. നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലേ ഇത് പോലീസ് സ്റ്റേഷനാണെന്ന്? നിങ്ങൾ എന്നെ മനഃപൂർവ്വം പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് ഓടിച്ചു കൊണ്ട് വന്നതാണല്ലേ?